ശ്രീ ആന്റണിയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ആന്റണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷത്തെ തർക്കം പരിഹരിച്ചു, പക്ഷെ പ്രതിപക്ഷത്തെ തർക്കം പരിഹരിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നത് നാണക്കേടല്ലേ? അതെ, LDF ഇപ്പൊ ഒരു കുടുംബത്തിലേക്കും ഒരു വീട്ടിലേക്കും ഒരു ചെറിയ അതിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഫ്ലക്സിൽ എന്താ ഉണ്ടായിരുന്നത്, LDF അല്ലാതെ മറ്റാരുണ്ട്? അതിൽ ആരെ ഫോട്ടോ വെച്ചിരുന്നത് പിണറായിയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില് ബിനോയ് വിശ്വത്തിന്റെയും LDFിലുള്ള എല്ലാ കക്ഷി നേതാക്കളുടെയും ഫോട്ടോ വെക്കേണ്ടതായിരുന്നു. അപ്പോ അത് വെക്കാതെ പിണറായിയുടെ ഫോട്ടോ മാത്രം, അതായത് ജനങ്ങളെ അകന്നു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യേണ്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ആ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റാത്തത്ര രീതിയിലുള്ള സെക്യൂരിറ്റി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ പണ്ട് ലീഡർ കരുണാകരൻ സഞ്ചരിച്ചിരുന്ന ഒരു കാറിലും മറ്റേ 10-20 ഇതിലെ പൈലറ്റ് വണ്ടികളിലായിരുന്നു. അതിന് പകരം 3 കാറ് വളരെ ദൂരത്തോടുകൂടി ചെയ്തുകൊണ്ടാണ് ഇത്ര അധികം ജനങ്ങളിൽ നിന്ന് അകന്നു പോയത്. അപ്പൊ ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ചുരുക്കാൻ വേണ്ടി മന്ത്രി റിയാസിനെയും കൂടി ആക്കിയ അത് LDF ഒരു കുടുംബത്തിലേക്കായി മാറിക്കിട്ടും. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ബാലഗോപാലൊക്കെ അങ്ങനെ റിയാസ് എന്ന് പറയുന്ന ആള് ഒരു കുടുംബത്തിന്റെ പേരിൽ വന്ന ഒരു നേതാവല്ല. റിയാസ് എത്രയോ കാലം മുമ്പേ, പിണറായിയുടെ മകളെ വിവാഹം കഴിക്കുന്നതിന് എത്രയോ കാലം മുമ്പേ പൊതുപ്രവർത്തന രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, DYFIയുടെ ഭാരവാഹിയായിരുന്നു. അപ്പോൾ അതിനെ അങ്ങനെ ഒരു കുടുംബത്തിൽ അതിനുശേഷം അയാൾ പൊതുരംഗത്ത് നിൽക്കുമ്പോഴും വലിയ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴാണ് പിണറായിയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. അല്ലാതെ ഒരു കുടുംബത്തിൽ വന്ന ശേഷം ഉണ്ടായ സ്ഥാനങ്ങളല്ല ഇത്. എത്രയോ സീനിയർ നേതാക്കൾ കഴിഞ്ഞ നിയമസഭ LDFിലുണ്ടായിരുന്നു, അവർക്കൊന്നും കൊടുത്തില്ലല്ലോ. അവർക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഉള്ള നേതാക്കളെ, നേരത്തെ മന്ത്രിയായ ആളുകളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ടില്ലേ? അപ്പൊ റിയാസ് മാത്രമല്ല, ബാലഗോപാലും രാജീവും MP രാജേഷും ഷംസീറും ഒക്കെ വന്നത് അങ്ങനെ പുതുമുഖങ്ങളായി തന്നെയല്ലേ? അതെ, എന്നാലും പിണറായിന് ചാരി നിൽക്കുന്ന, പിണറായിനെ അനുസരിക്കുന്ന ആൾക്കാർ വലിയ പവറുള്ള 2 വകുപ്പുകൾ കൊടുത്തത് P രാജീവും KN ബാലഗോപാലും അല്ലേ? ബിനോയ് വിശ്വം ഫ്ലക്സിലാണുള്ള ഫോട്ടോ മുഖ്യമന്ത്രിയുടെ മാത്രം ഫോട്ടോ. LDF എന്ന് പറഞ്ഞാൽ അത് LDFിലെ എല്ലാ കക്ഷി നേതാക്കളും അടക്കമാണ്. അപ്പോ ആ കക്ഷി നേതാക്കളുടെ ഫോട്ടോ വെക്കാതെ മുഖ്യമന്ത്രി ഫോട്ടോ വെച്ചിട്ട് LDF എന്ന് എഴുതാൻ പാടില്ലായിരുന്നു. അതായിരുന്നു LDF മുഖ്യമന്ത്രി. പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നല്ല ഭംഗിയായിട്ട് ഭരിച്ചു. സാധാരണക്കാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ ക്രിമിനൽ കേസ് പുള്ളികൾക്ക് പറഞ്ഞ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് ഈ 10 കൊല്ലവും അദ്ദേഹം തന്നെയാണ് നേതാവായിട്ടിരുന്നതും അതിനു മുമ്പ് പ്രതിപക്ഷം ഇരുന്നതും. പക്ഷേ ഇപ്പോൾ ഈ CPI പിടിക്കുന്ന പിടിവാശി, CPIക്ക് എന്താ ഇത്ര പിടിവാശി? ഒറ്റക്ക് നിന്നാൽ എവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ? ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ ഇപ്പുറം കൂടണം. ഈ രണ്ടുമില്ലാത്തൊരു നിലയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇത്രയും ബലം പിടിക്കരുത്. കാരണം ഒരു മയമൊക്കെ വേണം. അങ്ങോട്ട് അവിടെ ഇരുന്നോട്ടെ, അതിനൊരു ഉപ അധ്യക്ഷൻ എന്തിനാണ്? അല്ല, അങ്ങനെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന് പറഞ്ഞൊരു പദവി 2006 മുതൽ അനൌദ്യോഗികമായിട്ടാണെങ്കിലും നിയമസഭയിലുണ്ട്. അപ്പൊ ആ പദവിയിലേക്ക് ഒരാളെ വെക്കാമല്ലോ. അത് CPI ന്യായമായും, CPM-ന് 26 സീറ്റാണെങ്കിൽ CPIക്ക് 8 സീറ്റുണ്ട്. CPI ന്യായമായും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കും. ഒന്നുകിൽ അവർ കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനം. രണ്ടായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വല്ലാതെ വൈകി പോകുന്നു, അതാണ് പ്രശ്നം. വൈകിപ്പോയി അതിന്റെ അല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള, ഭരണം പോയത് ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ജാതിയാണ് പ്രശ്നം ഇവിടെ. വെള്ളാപ്പള്ളി ആ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ ഇവരാരും മുണ്ടിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അത് ഭരണത്തിന്റെ കുഴപ്പമല്ലേ? ഭരണം നയിച്ചവരല്ലേ വെള്ളാപ്പള്ളിയെ പൊക്കി പിടിച്ചോണ്ട് നടന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. ക്രിസ്ത്യാനികളും തറകളഞ്ഞ ക്രിസ്ത്യാനികളും ഈ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി. കാരണം ഒരു ഈഴവ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. പീതാംബരൻ, എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ, വ്യക്തമായും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, ഇനി അതല്ല താങ്കൾ ഒരു ഈഴവ മുഖ്യമന്ത്രി ആയിരുന്നു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അത് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും പിണറായി വിജയനെ ആരും ഈഴവ മുഖ്യമന്ത്രിയായിട്ടൊന്നും കണ്ടിട്ടില്ല, ഹിന്ദു മുഖ്യമന്ത്രിയായിട്ടും കണ്ടിട്ടില്ല. അദ്ദേഹം കേരളത്തിന്റെ നേതാവായിട്ടാണ് കണ്ടിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. മറ്റ് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ജാതി ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു മത ബ്രാൻഡിന്റെ ആളൊന്നുമല്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ പീതാംബരൻ ഒന്ന് കേൾക്കൂ.
താങ്കൾ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഈ ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും കണ്ണൂരിലെ അത്തരം മണ്ഡലങ്ങളിലടക്കം ജയിച്ചത് UDF അല്ലേ? അപ്പൊ പിന്നെ താങ്കൾ ഈ പറയുന്ന ജാതി സമവാക്യത്തിന് എവിടെ കാര്യം? അതൊന്നുമല്ല വിഷയം. ഇവിടെ വാരിക്കോരി സ്വർണ്ണക്കരണ്ടിയിൽ കൊടുത്താൽ പോലും അല്ല, അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതിൽ പറയൂ. താങ്കൾ അങ്ങനെ ഒരു ജാതി ശക്തികളെല്ലാം കൂടെ ചേർന്ന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു ന്യായം വേണമല്ലോ. ഞാൻ അതാണ് തിരിച്ചു ചോദിച്ച ചോദ്യം, അതിന് മറുപടി പറയൂ. പറയൂ, എന്താ ചോദിക്കണം? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, വ്യക്തമായും ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലടക്കം UDF ജയിച്ചല്ലോ. അതെങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെയാണെങ്കിൽ അതെന്തായത് പറഞ്ഞു തരാം. അവിടെ വന്ന് നമ്മൾ വോട്ട് ലിസ്റ്റ് എടുത്തിട്ട് ഏതൊക്കെ വർഗീയ ജാതിയുമായിട്ടുള്ള വോട്ടുകളുണ്ടോ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ജയിച്ച വോട്ട് എത്രയാണെന്നും ഈ വർഗീയ ശക്തികളുമായി താങ്കൾ ഈ പറയുന്ന SNDPയുമായും NSSനും എല്ലാം പിന്തുണച്ച ആരെയാണ്? പിണറായി വിജയനല്ലേ? അവരാരും VD സതീശനെ തെരുവിളിച്ചുകൊണ്ട് നടന്നവരല്ലേ? അവരൊക്കെ ഒക്കത്ത് വെച്ച് കൊണ്ട് നടന്നത് ആരാണ്? അല്ല, അത് തെറ്റായി പോയെന്നാണ് ഞാനും പറയുന്നത്. അല്ല, അത് പറയണം. അതിന് പകരമായി വർഗീയ ശക്തികൾ ഒന്നിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് കാര്യം? ആ വർഗീയ ശക്തികളും സമുദായ നേതാക്കളും തീരുമാനിച്ചാൽ അവിടെ വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ സാധാരണക്കാരായ ആ മതജാതി വിഭാഗങ്ങൾ പെടുന്നവരെന്ന് കൂടി ബോധ്യമായില്ലേ? അതിപ്പോ ഈ കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് നമുക്കറിയാം. ഇതെന്തോ തിരിച്ച് പിണറായി വിജയന്റെ ജനങ്ങൾ കൊണ്ടേ കൊടുക്കൂ, ഇത് ഉറപ്പാണ്. കഴിഞ്ഞുപോയ കാലമതാണ്. ശരി, ഓക്കെ. അതൊക്കെ എന്തായാലും ഇനി കാണട്ടെ. നമുക്കൊരു ഭരണം തുടങ്ങിയതല്ലേ ഉള്ളൂ. നോക്കാം. അവർ മോശമാണെങ്കിൽ അവരെ എടുത്തു കളഞ്ഞിട്ട് LDFനെ കൊണ്ടുവരും. ഇനി അവർ നല്ലതാണെങ്കിൽ അവരെ കൊണ്ടുവരും. അതൊക്കെ ഇനി കാലം തെളിയിക്കും. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഒരു ഉപനേതാവിനെ, പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ CPMനും CPIക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? നമസ്കാരം. നമസ്കാരം. പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം CPIക്ക് കിട്ടില്ല. പറഞ്ഞോളൂ. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഈ പിണറായി ഇഷ്ടത്തിൽ CPI എന്ന പാർട്ടിക്ക് എന്നൊരു പ്രസക്തി ഇല്ലാന്ന് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ CK ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ കാനൻ രാജേന്ദ്രനൊക്കെ ഉള്ള കുറച്ചൊന്ന് ആക്റ്റീവായിരുന്നു. കാനൻ രാജേന്ദ്രൻ വരെ മുഴുവൻ പറയാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ് വർഷം പുള്ളി ഒന്നുകിൽ പുള്ളിയുടെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ശരിയല്ല, സംസാര ഭാഷ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആക്റ്റീവ് ആയതായിരുന്നു. അപ്പോഴാണ് ആ മകന്റെ വിജിലൻസ് കേസ് പിടിച്ചിട്ട് പുള്ളി ഒരു പിണറായി ഭക്തനായിട്ട് മാറി. ആ പാർട്ടിക്ക് തന്നെ പ്രസക്തി ഇല്ലാത്തൊരു അവസരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ പാർട്ടിയുടെ അനുഭാവികൾ വിളിച്ച് പറഞ്ഞിട്ടില്ലേ അവിടെ CPIക്ക് എത്ര വോട്ടുള്ളത്, പിന്നെ അവിടെ CPI അവിടെ CMയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണോ ജയിച്ചത്? തിരുവനന്തപുരത്ത് അവിടെ ശശീന്ദ്രൻ ജയിച്ചിരുന്നത് അവിടെ SNന്റെ വോട്ട് കൊണ്ടാണ്. അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിരുന്ന ഒരു മുന്നണി സംവിധാനം ഏത് കക്ഷിയായി അവർ വോട്ട് കറക്റ്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് മാത്രം ജയിക്കാനുള്ള സിസ്റ്റത്തിലല്ലല്ലോ മുന്നണി സംവിധാനം വന്നിരിക്കുന്നത്. ഈ LDF എന്ന് പറഞ്ഞ സംവിധാനം എന്ന് വെച്ചാൽ ആ വലിയേട്ടൻ മനോഭാവം അന്ന് മുതൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഏത് ചെറിയ കക്ഷിയാണെങ്കിലും ഞാൻ UDF എന്നല്ല, ചെറിയ കക്ഷിയാണെങ്കിലും UDF കറക്റ്റായിട്ട് ഓരോ കക്ഷികളും ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കെട്ടുറപ്പുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഈ ജോസ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവർ ശക്തമായിട്ട് എതിർത്താണ് CPI മാണി കോൺഗ്രസിനെ. അങ്ങനെ അവര് പൂമറ്റ പൊട്ടതിരിക്കുന്നതിനെ കൊടുക്കുന്നു. അതിന്റെ ഗുണം കിട്ടുന്നില്ലേ? CPI പൂമറ്റ പൊട്ടമെന്ന മൈൻഡ് തന്നെ അന്നങ്ങനെ നിന്നിരുന്നത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴും CPIയുടെ നേതാക്കന്മാര് കംപ്ലീറ്റ് ഒരു പിണറായി ഭക്തരായിട്ട് മാറി. ആ പാർട്ടിയിൽ കുറെ ആളുകൾ ഇങ്ങനെ ആ പേരും പറഞ്ഞ് നടത്തുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ്. ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷത്ത് തോറ്റു നിൽക്കുന്നു. അവർക്ക് ആകെ തെരഞ്ഞെടുക്കേണ്ടത് 1-2 സ്ഥാനമാണ്. അതിൽ പ്രതിപക്ഷ നേതൃ പദവി ആർക്ക് എന്നതിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. LDFന്റെ നിയമസഭാ കക്ഷി യോഗം പോലും ഇതുവരെ ചേരാൻ കഴിയുന്നില്ല. നമസ്കാരം സാർ. നമസ്കാരം സാറ്. അതല്ല, അതിന്റെ വഴി അതൊക്കെ നടന്നോളൂ സാറേ. അല്ലാതെ കണ്ട് CPIയും തമ്മിൽ അടിയാന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങള് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ അവരെ തീരുമാനം എടുക്കാത്തത്? തീരുമാനമൊക്കെ അതിന്റെ ബൈക്ക് വഴി എടുക്കുക പെട്ടെന്ന്. അങ്ങനെ എപ്പോഴാണ് വഴിക്ക് വഴി? ഇതുവരെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ നിയമസഭാ യോഗം ചേരുന്നതിന് മുമ്പാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അങ്ങനെ യോഗം ചേർന്നിട്ടാണ് അവർ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. കേരളത്തിൽ സ്പീക്കറുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഗവർണറുടെ നയപ്രഖ്യാപനവും കഴിഞ്ഞു. ഇതുവരെയും ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടില്ല. എന്തായിരിക്കും കാരണം? അല്ല, അതിപ്പം പിന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി എത്ര ദിവസം കഴിഞ്ഞിട്ട് നടന്നത്? മുഖ്യമന്ത്രിയുടെ പരിപാടി ഒന്നും അധിക ദിവസമൊന്നും കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ പരിപാടി ഒരാഴ്ചക്കുള്ളിൽ അവർ തീർത്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.